CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃത്താലയിൽ ഇടിഞ്ഞുവീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മേടത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്തു വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മേടത്തൂർ കുന്നത്തുകാവിൽ അമ്മത്തിൽ സുകുമാരന്റെ വീട്ടിലെ വിറകുപുരയാണ് തകർന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ നടപടികളാകുന്നു. ഇപോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കുയന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നതിനോടൊപ്പം തേങ്ങ മോഷണവും വർദ്ധിക്കുന്നു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ മുള്ളത്ത് ബിജുവിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 200ഓളം തേങ്ങകൾ മോഷണം പോയി. ഗുരുവായൂർ നഗരസഭ പട്ടികജാതി വിഭാഗത്തിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കുമായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ സമർപ്പണം മന്ത്രി OR കേളു ഓഗസ്റ്റ് 8 നിർവഹിക്കുമെന്ന് ചെയർപേഴ്സൺ M കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ കർഷക മാധ്യമ പുരസ്കാരം ലിജിത് തരകന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്ന കർഷക ദിനാചരണ ചടങ്ങിൽ NK അക്ബർ MLA പുരസ്കാരം സമ്മാനിക്കും. ഗുരുവായൂരിലെ ലോഡ്ജിൽ ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ യൂണിറ്റ് ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണം പുനരാരംഭിച്ചു. BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ മാലിന്യ സംസ്കരണം നിർത്തിവച്ചിരുന്നു. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് കുരിശുപള്ളി സ്റ്റോപ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിറകിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ ആലത്തൂർ സ്വദേശി പാലാട്ടിൽ 25 വയസ്സുള്ള ഷാനവാസിനെ പരിക്കേറ്റു. ഞാങ്ങാട്ടേരി മാട്ടായ അരിഞ്ഞിപ്പറമ്പിൽ സുനിൽദാസ് ഭാര്യ സുചിത്ര നിര്യാതയായി. 35 വയസ്സായിരുന്നു. CCTV സർവീസ് സെക്ഷൻ ടെക്നീഷ്യൻ AP രാമദാസിന്റെ സഹോദരന്റെ ഭാര്യയാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കൊരട്ടിക്കര ബസ് സ്റ്റോപ്പിനു സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. 3 ആഴ്ച മുമ്പാണ് പൈപ്പ് പൊട്ടിയത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. കടപ്പുറം പഞ്ചായത്ത് 10-ാം വാർഡ് പുതിയങ്ങാടി ലേഡീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ആവശ്യമുന്നയിച്ചും കാനം നിർമ്മാണ ഫണ്ട് വകമാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും CPM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗോപി വെളിച്ചപ്പാട് അനുസ്മരണവും സമാദരണ സദസ്സും 24-ാം വാർഷികവും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 48 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഹരിത കേരളം മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്തുതല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന AC ഹനീഫയുടെ 10-ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് AC ഹനീഫ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ്സ് നടത്തി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഓഡിയോളജി പരീക്ഷയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കി വാഗ സ്വദേശിനി. കുന്നത്തുള്ളി ഗൗതം സതീഷിന്റെ ഭാര്യ PJ ഐശ്വര്യയാണ് കേരള സർവകലാശാല പരീക്ഷയിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപക ദിനം ആചരിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ ചങ്ങാതിക്കുരുത്തൈ പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.